ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു ഫുൾ ഡേ വ്ളോഗാണ്. ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം കഴിഞ്ഞ ഹാഫ് ഡേ റുട്ടീന് എല്ലാവരും നല്ല കമൻസ് ഒക്കെ ഇട്ടിരുന്നു. അതിനൊരു വലിയ താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലോട്ട് കടക്കുവാണ്. അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞാൽ ഞാൻ വെറും ഒരു വാക്ക് എന്നല്ല എൻ്റെ താങ്ക് യു ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ട് ഞാൻ പറയുകയാണ്. കാരണം നിങ്ങളുടെ ഓരോ കമൻസും അത്രയും ടച്ചിങ് ആയിട്ടുള്ള കമൻസാണ്. എനിക്ക് നല്ലൊരു മോട്ടിവേഷനും ഒക്കെ തരുന്നുണ്ട്. അപ്പം മനസ്സ് നിറഞ്ഞൊരു താങ്ക് യു തന്നെയാണ് കേട്ടോ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പം രാവിലെ ഞാനിന്ന് ഷീറ്റൊക്കെ ഒന്ന് മാറാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയറിൻ്റെ തലേദിവസമൊക്കെ വിരിച്ച് ഷീറ്റാണ്. പിന്നെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മാറ്റണം എന്ന് വിചാരിക്കും. എന്നാലും മടി കൊണ്ട് ഇങ്ങനെ വിട്ടുപോകും. പിന്നെ ടേബിൾ റണ്ണേഴ്സ് ഞാൻ ക്രിസ്മസിന് ഇട്ടതാണ്. അല്ല, ചെറിയൊരു ക്രിസ്മസ് ഡെക്കോർ ഒക്കെ ചെറിയ രീതിയിൽ ഞാൻ കാര്യമായിട്ടൊന്നും വെക്കാറില്ല ഈയിടെയായിട്ട്. പിന്നെ ഈ മണികളും ഇത് സാധനങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഷാർജർ ഉണ്ടായിരുന്നപ്പോഴുള്ളതാണ്. കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ മുകളിൽ ലോഫ്റ്റ് കയറ്റി വെച്ചേക്കാണ്. വെറുതെ ഈ റണ്ണറും ഇതും മാത്രം ഇങ്ങനെ വെച്ചു. ഇങ്ങനെ അതും മാറ്റി അത് റണ്ണർ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. അത് വാഷിംഗ് മെഷീനിലിട്ടാൽ പോകുമെന്ന് എനിക്കറിയത്തില്ല. റണ്ണർ പിന്നെ കളർ പോയാൽ പിന്നെ ഇതാവില്ലേ, വെറുതെ പോകത്തില്ല. ഒരു പ്രാവശ്യം ഫസ്റ്റ് ഇതേപോലെ റണ്ണർ മേടിച്ചപ്പം എനിക്ക് അബദ്ധം പറ്റി. അത് വാഷിംഗ് മെഷീനിലിട്ട് നനച്ചിട്ട് അതിൻ്റെ കളർ ഫുൾ പോയി. അതിനുശേഷം ഞാൻ റണ്ണേഴ്സൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. അത് കളർ പോകുമെന്ന് പേടിച്ചിട്ട്. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടേബിൾ ക്ലോത്ത് ഇടുന്നത്. വലിയ ഇഷ്ടമല്ല കേട്ടോ. കുറേ പേര് ഡൈനിങ് ടേബിളിൽ എപ്പോഴും ടേബിൾ ക്ലോത്ത്സ് ഫുള്ളായിട്ട് അങ്ങ് ഇടും. എനിക്ക് ടേബിൾ ക്ലോത്ത് ഇട്ട് ആ ഡൈനിങ് ടേബിൾ മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുന്നത് ഇഷ്ടമല്ല. ഇതേപോലെ ടേബിൾ റണ്ണേഴ്സാണ് ഇഷ്ടം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഡൈനിങ് ടേബിൾ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നതാണോ? അതേപോലെ ചിലരാണെങ്കിൽ ഇങ്ങനെ ഓരോ സീറ്ററിൽ 6 സീറ്ററിൽ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റ്സ് അങ്ങനെ ഇടുന്നവരുമുണ്ട്. പല സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതേപോലെ ടേബിൾ റണ്ണേഴ്സാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ ഇട്ടു. ഒരു ക്യാൻഡിലൊക്കെ വെച്ചു. വെറുതെ കത്തിച്ച് വെച്ചു, വെറുതെ രസം. പിന്നെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് ചീസ് കേക്കാണ്. കുറേ നാളായി മുരളീൻ എന്നോട് പറയുന്നു. ഞാൻ മുരളീൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് എനിക്ക് പറ്റിയില്ല ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ആ സർപ്രൈസ് പ്ലാനിങ്ങിനൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ നേരിടുന്നതാണ്. പക്ഷേ മുരളീനോട് ഞാൻ പറഞ്ഞു നമുക്ക് വൈകിട്ട് സർപ്രൈസ് ഡിന്നർ കഴിക്കാൻ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, അവിടെ ഞാൻ കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ ഉണ്ടാക്കിയില്ല. ഞാൻ വിചാരിച്ചു വൈകിട്ട് ഏതായാലും അവിടെ കേക്ക് ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയില്ല. എനിക്ക് മടിയായിരുന്നു ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നാ കൊണ്ടപ്പോൾ ഒത്തിരി നാളെ പറയുന്നതല്ലേ. എനിക്ക് ആക്ച്വലി ഒരു ഇങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വിഷമവും കൂടെയാണ് ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും പാവ ഇത്രയും നാളായിട്ട് ചോദിക്കുന്നതല്ല, ഞാനല്ലേ ഉള്ളൂ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് മൈദ 1 കപ്പ്, കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, അതായത് ഒരു 1/4 ടീസ്പൂണിൻ്റെ ഒരു പകുതി എന്ന് വേണമെങ്കിൽ വെക്കാം. ഒരു പിഞ്ച് ഉപ്പ്, അതാണ് ലാസ്റ്റ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ 3 പ്രാവശ്യമെങ്കിലും ഒന്ന് സീവ് ചെയ്യണം. സീവ് ചെയ്യുന്ന ഇതേപോലെ അരിക്കണം കേട്ടോ. അത് സ്കിപ്പ് ചെയ്യരുത് ഈ സ്റ്റെപ്പ്. നമ്മളിങ്ങനെ സീവ് ചെയ്യാൻ മടി കാണിക്കുമ്പോഴത്തേക്കും ആ കേക്ക് അത്രയും നന്നാവില്ല ടെക്സ്ചർ. അപ്പോൾ 3 പ്രാവശ്യം സീവ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി വെക്കണം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട 2 എണ്ണം, അതിൻ്റെ കൂടെ വാനില എസൻസ് 1 ടേബിൾ സ്പൂണോളം ചേർക്കാം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി അതിലോട്ട് ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിൻ്റെ കൂടെ തന്നെ ഓയിലും ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ഓയിൽ, ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, കോൺ ഓയിൽ, അങ്ങനത്തെ ഏത് ഓയിൽ, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ചേർത്തത് 1 കപ്പ് പഞ്ചസാര. അത് പൊടിച്ച പഞ്ചസാര വല്ല വേണം എന്നൊന്നുമില്ല, പൊടിക്കാത്ത പഞ്ചസാര ആയാലും മതി. 1 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് ആയാലും മതി കേട്ടോ. ആ മധുരം അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കണം. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ഒന്ന് പകുതി ചേർത്ത് പതുക്കെ, ഇനിയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഒരു വിസ്ക് അല്ലെങ്കിൽ ഇതേപോലെ ഇത് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. ഇനി ചെയ്യുന്നത് ബട്ടർ മിൽക്ക്, മോര്, അത് 1/2 കപ്പ്, അതും തണുക്കാത്തത് വേണം, റൂം ടെമ്പറേച്ചറുള്ള. അതിലോട്ട് റെഡ്
ഫുഡ് കളറില്ലേ അത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കളർ നോക്കി മേടിക്കണം കേട്ടോ. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഫുഡ് കളർ ഒരു 2 ടീസ്പൂൺ ചേർത്തു. ഞാൻ 1/2 കപ്പ് ബട്ടർ മിൽക്കിലോട്ടാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കേക്ക് മിക്സിലോട്ട് ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് കൊടുക്കും. നമ്മൾ കേക്ക് മിക്സ് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിച്ച് മിക്സർ എല്ലാം കൂടെ ഇങ്ങനെ വാരി വലിച്ച് ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ കേക്ക് ഇങ്ങനെ സ്പീഡിൽ മിക്സ് ആക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടെക്സ്ചർ അങ്ങ് മാറും. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം പ്രോസസ്സും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർക്കുന്നതാണ് വിനിഗർ. അത് 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. വിനിഗർ ചേർക്കുമ്പോഴാണ് ആ റെഡ് വെൽവെറ്റ് കേക്ക് എന്നല്ല വെൽവെറ്റിഷ് ടെക്സ്ചർ വരുന്നത്. എന്നിട്ട് ഇതൊരു ബേക്കിംഗ് ടിൻ നല്ല ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലോട്ട് ആക്കണം. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റൗ ടോപ്പിൽ വെച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഓവൻ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ഒരു പാത്രം ഇറക്കി വെച്ച് അടിയിൽ ഉപ്പിടുവൊന്നും വേണ്ട, ജസ്റ്റ് ഒരു സ്റ്റാൻഡ് ഇട്ടാൽ മതി. ഒരു ഹൈ ടെമ്പറേച്ചറിൽ അത് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 35 to 45 മിനിറ്റ്സ് വേണം. ഇതിപ്പോൾ ഓവനിലാവുമ്പം ആദ്യം ഒരു 160 അല്ലെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 35 to 45 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നോക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു 5 ഇഞ്ച് കേക്ക് ടിന്നാണ് കേട്ടോ, എന്നാലേ നല്ല ഹൈറ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ വലിയ കേക്ക് ടിൻ എടുക്കുകയാണെങ്കിൽ ഇത്രയും ഹൈറ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 5 ഇഞ്ച് കേക്ക് ടിൻ എടുത്തേക്കുന്നത്. എന്നിട്ട് അത് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചു. അപ്പം കേക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം 160 to 170 ഡിഗ്രി സെൽഷ്യസ് നിങ്ങളുടെ ഓവൻ ടെമ്പറേച്ചർ അനുസരിച്ച് ഒരു 35 to 45 മിനിറ്റ്സ് വേണ്ടി വരും. ഇനിയും ഞാൻ പാലപ്പത്തിൻ്റെ മാവ് അരയ്ക്കാൻ പോവാണ്. അപ്പം നല്ല ലേസ് പാലപ്പം ശരിയാവുന്നില്ല എന്ന് പറയുന്നവർ ഇങ്ങനെ ഒന്ന് അരച്ച് നോക്കിയാൽ മതി. 1.5 കപ്പ് ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ പച്ചരി, അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചോറ്, വെന്ത ചോറില്ലേ അതും, 1/2 കപ്പ് തേങ്ങ തിരുമിയത്, അതിൻ്റെ കൂടെ ഒരു 2 ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ്, പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അത് ഒരു 1/2 ടീസ്പൂൺ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല മറ്റേ ഈസ്റ്റ് ആണെങ്കിൽ അത് ഇതേപോലെ പാലിലൊന്ന് ഫെർമെൻറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് നല്ലപോലെ മഷി പോലെ നല്ല കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞ് പൊങ്ങി വന്ന അപ്പത്തിൻ്റെ മാവാണിത് കേട്ടോ. ഒരു 5 to 6 hours വെച്ച് കഴിയുമ്പോൾ ഒരു 4 മണിക്കൂറിനകം തന്നെ അത് പൊങ്ങി വരും കേട്ടോ. ഇങ്ങനെ നല്ല ഫെർമെൻ്റായിട്ട് അപ്പത്തിൻ്റെ മാവ് വരും. തിക്കാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. അത് നമ്മൾ വെള്ളം ചേർത്ത് തന്നെയാണ് അരയ്ക്കുന്നത്. ആദ്യം തന്നെ നിറച്ച് വെള്ളം ചേർക്കരുത്. അത് കഴിഞ്ഞത് നല്ല ലേസ് പാലപ്പം കണ്ടോ. അപ്പം ഇതേപോലെ അപ്പം ശരിയാവുന്നില്ല എന്ന് പറയുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ പാലപ്പവും ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു വ്ളോഗർ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വൈകുന്നേരം ആയപ്പം കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പം ക്രീം ചീസ് ഫ്രോസ്റ്റിംഗാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 200 ഗ്രാം ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. അപ്പം 100 ഗ്രാമിൻ്റെ 2 എടുത്തു. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലോട്ട് 3 കപ്പ് ഐസിങ് ഷുഗറും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കേട്ടോ. ഐസിങ് ഷുഗർ ചേർത്തൊന്ന് ഇളക്കിയിട്ടേ ബീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതെല്ലാം കൂടി നമ്മുടെ മുഖത്തോട്ട് തെറിക്കും. 3 കപ്പ് ഐസിങ് ഷുഗറായിട്ട് തന്നെ ഞാൻ മേടിച്ചാണ് കേട്ടോ. പഞ്ചസാര പൊടിച്ചെടുത്തതല്ല, ഐസിങ് ഷുഗർ തന്നെ മേടിക്കാൻ കിട്ടും. ചേർക്കുന്നത് 400 ഗ്രാം ക്രീം ചീസ്. ക്രീം ചീസ് ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ എടുക്കുക, അത് റൂം ടെമ്പറേച്ചറിലാക്കണ്ട. ക്രീം ചീസിൻ്റെ കൂടെ 1 നാരങ്ങയുടെ നീരും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്താണ് ഇങ്ങനെ നല്ല തിക്കായിട്ട് വരും. അധികം നേരമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ്സ് ഒക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കമത്തിയാൽ വീഴാത്ത പോലെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പം ശ്രദ്ധിക്കേണ്ടത് ബാക്കിയെല്ലാം റൂം ടെമ്പറേച്ചറിലാണ്. ക്രീം ചീസ് മാത്രം തണുത്തത് ഫ്രിഡ്ജിൽ. നമ്മൾ ക്രീം ചീസ് മേടിച്ചാലും ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഞാനത് ഫ്രിഡ്ജിൻ്റെ ചില്ലർ ട്രെയിലാണ് വെച്ചിരുന്നത്, ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാം. നേരത്തെ എടുത്ത് പുറത്ത് വെക്കേണ്ട. ബാക്കിയെല്ലാം നമ്മൾ പുറത്തെടുത്ത് വെച്ചിരുന്നതാണ് ബീറ്റ് ചെയ്ത്. ഇനി നല്ല കേക്ക് കണ്ടോ, നന്നായിട്ട് തണുത്ത് നല്ല പൊങ്ങി വന്നു, നല്ല സൂപ്പർ കേക്കായിട്ട് വന്നു. അതിനെ ഞാൻ നടുക്കൂടെ ഒന്ന് 2ആയിട്ട് മുറിച്ചെടുത്തു. നല്ലൊരു കളർ, നല്ല ഈ കേക്ക് പൊങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണല്ലേ. എത്രയൊക്കെയാലും മേടിക്കുന്ന കേക്കിനേക്കാളോ വീട്ടിലുണ്ടാക്കുന്ന കാണുമ്പോഴേ നമുക്ക് മൈൻഡിനൊരു സന്തോഷവും ആ ഒരു ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് അല്ലേ. മേടിക്കുന്ന കേക്ക് വീട്ടിലുണ്ടാക്കുന്ന കേക്ക്, എനിക്ക് മേടിക്കുമ്പോൾ എപ്പോഴും ഒരു പഞ്ഞി പോലത്തെ കേക്ക് അല്ലെങ്കിൽ ഹോം ബേക്കേഴ്സ് തന്നെ മേടിക്കണം. വീട്ടിലുണ്ടാക്കുന്ന പറഞ്ഞാൽ അത് പ്രത്യേകതരം ഒരു ടേസ്റ്റും നമ്മുടെ ഒരു സന്തോഷമാണ്. ഒരു കേക്ക് ബോർഡ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
അതിലോട്ട് കേക്ക് ബോർഡൊന്നും വേണമെന്നൊന്നുമില്ല, ഞാനൊരു ഇതിന് വേണ്ടി മേടിച്ചതേ ഉള്ളൂ. അപ്പോൾ തെന്നാതിരിക്കാൻ അടിയിലോട്ട് ഈ ക്രീം ചീസ് വെച്ചു. അപ്പം ഈ ക്രീം ചീസ് ഞാൻ ഈ ബീറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു, അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് വെച്ചായിരുന്നു കേട്ടോ, ഇതേപോലെ കേക്കിലോട്ട് തേക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അത് കുറച്ചൊന്ന് ഇതാവും മെൽറ്റ് ചെയ്തായിരുന്നേ. അപ്പോൾ ഞാൻ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഒന്നുകൂടി കേക്കിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അരമണിക്കൂറിൻ്റെ ആവശ്യമില്ല, ഇത് കണ്ടോ കുറച്ചൊന്ന് ഹാർഡായിരുന്നു, ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം കുറച്ച് നമ്മൾ കേക്കിൽ സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ഈസിയാകും, അല്ലെങ്കിൽ കുറച്ചൊന്ന് ലൂസായി പോവും നമ്മൾ പുറത്ത് അത്ര നേരം ബീറ്റ് ചെയ്യുമ്പം. എന്നിട്ട് ഞാൻ ഇതാണ്ട് കേക്കിൽ സ്പ്രെഡ് ചെയ്യാൻ ഞാൻ ഭയങ്കര മോശമാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കേക്ക് ഡെക്കറേഷൻ ഞാൻ വെരി ബാഡ് എന്ന് പറയാം. എൻ്റെ കേക്കൊക്കെ സൂപ്പറാണ്, ടേസ്റ്റും നല്ലതാണ്, പക്ഷേ ഈ ഡെക്കറേറ്റിംഗ് പാർട്ട് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ പൂശിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കേക്കിനെ ഒരു ഡോമാക്കി എടുത്തു, കണ്ടോ ബോള് പോലെ ആക്കി എടുത്തു. ഞാൻ എങ്ങനെയൊക്കെ പൂശി എടുക്കുകയായിരുന്നു. ടേസ്റ്റ് വന്നാൽ പോലെ എൻ്റെ കേക്ക് എനിക്കറിയാം ടേസ്റ്റ് സൂപ്പറായിരിക്കും, പക്ഷേ എനിക്ക് ഡെക്കറേഷൻ പാർട്ട് ഭയങ്കര മോശമാണ് എൻ്റെ. അത് ഞാനങ്ങ് സമ്മതിക്കുകയാണ്. മോശമാണെങ്കിൽ ഞാൻ മോശമാണെന്ന് തന്നെ പറയണമല്ലോ, നിങ്ങൾക്കത് കാണുമ്പോഴും മനസ്സിലാവും. ഞാൻ വെറുതെ എല്ലാം കൂടെ പൂശി എടുത്തിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു സിപ്പ് ലോക്കർ കവറുണ്ട്, ആ കവറിനകത്ത് ഒരു ന്യൂസിൽ പൈപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുണ്ട്, മുകളിൽ കുറച്ച് ഫ്ലവറൊക്കെ വെറുതെ ഉണ്ടാക്കി വെച്ചു ചുമ്മാ രസത്തിന്. അങ്ങനെ എൻ്റെ കേക്ക് റെഡിയായി. എനിക്കറിയാം അത് ടേസ്റ്റ് സംഭവം സൂപ്പറായിരിക്കും എനിക്കറിയാം. മുരളിയേട്ടൻ വരാൻ മുരളിയുടെ അഭിപ്രായത്തിന് വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് നടത്താൻ പോവാണ് കേട്ടോ. ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യും. എനിക്ക് അറിയായിരിക്കും നല്ലതാണെന്ന്, എന്നാലും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പാവം മുരളിയേട്ടൻ എത്ര ദിവസമായിട്ട് കൊതിച്ചിരുന്നാന്നറിയോ. എനിക്കെന്തോ വിഷമമായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പണ്ട് ഇങ്ങനെ ന്യൂ ഇയറിനൊക്കെ ഉണ്ടാക്കി കട്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ലായിരുന്നു. എന്നാലും പാവം ഞാനത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊതിച്ചിരുന്ന മുരളിയേട്ടൻ. അങ്ങനെ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം മുരളിയേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും. ഈ സാധനം ബർത്ത്ഡേ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ന്യൂ ഇയറിന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ന്യൂ ഇയറിന് എനിക്ക് പനിയായിരുന്നുകൊണ്ട് നടന്നില്ല. ഇതെൻ്റെ ബർത്ത്ഡേ ചിക്കു ഉണ്ടാക്കുന്ന ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് ചീസ് കേക്കാണ്. അപ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷിപ്പിക്കാൻ പോവുകയാണ്. മുരളിയുടെ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്കും ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. മുരളിയുടെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കണ്ടപ്പം നമ്മളത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയിട്ട് അതൊരാൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാകത്തില്ല. അതിങ്ങനെ കൊതിച്ച് കഴിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഓവനൊന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ആ ഓവൻ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന കേക്കിനേക്കാളും ഡെഫിനറ്റായിട്ടും വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ പ്രത്യേകിച്ച് ആ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പം നല്ലൊരു കേക്കാണ് കേട്ടോ. ഇനി അടുത്തത് എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ്. കുറേ കമൻറ്റ്സ് ചെയ്യാൻ കണ്ടായിരുന്നു, ചേച്ചി എന്താണ് സ്കിന്നിൽ ചെയ്തിട്ടുള്ളത്. ഇടയ്ക്കൊരു കമൻറ്റ് വന്നു ഞാനത് നോസ് സർജറി ചെയ്തത്. അതെന്താ അങ്ങനെ ഒരു കമൻറ്റ് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സർജറി ഒന്നും ഞാൻ ഒരിക്കലും ആലോചിക്കത്തോലുമില്ല. പിന്നെ ഇതേപോലെ എന്താണ് സ്കിൻ ചെയ്യുന്നത് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ എനിക്ക് കമൻസിൽ ഇങ്ങനെ ഓരോന്നിൽ റിപ്ലൈ പറയുന്നത് ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ഇട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാമെന്നാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ഫേസ് ക്ലെൻസറാണ്. ഇതാകുമ്പം ഭയങ്കര ജെൻറ്റിലാണ്. ഒരു 3 months ആയിട്ട് ഞാൻ ഈ സ്റ്റെപ്പ് തന്നെയാണ് മോർണിംഗും നൈറ്റും ഫോളോ ചെയ്യുന്നത് കേട്ടോ. സെറ്റാഫിലിൻ്റെ ഈ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്.
അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫേസ് സിറം യൂസ് ചെയ്യും. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു റെറ്റിനോൾ സിറമാണ്. അതൊരു 3-4 ഡ്രോപ്സ് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഈ റെറ്റിനോൾ സിറം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടൊരു 3 മാസമായി കേട്ടോ. ഇത് നമ്മുടെ ഒരു മെച്ചുവർ സ്കിന്നിനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. എൻ്റെ ഏജ് എനിക്ക് 43 ആയി. അപ്പോൾ 40+ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്കിൻ റൂട്ടീൻ പറയുന്നത്. ഫേസ് വാഷ് ഒരു എല്ലാ ഏജുകാർക്കും നല്ലതാണ്. ഈ റെറ്റിനോളൊക്കെ ഒരു 40+ ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ 35+ ഉള്ളവർക്കാണ് ഈ റെറ്റിനോൾ നല്ലത്. നിങ്ങൾക്കിപ്പോൾ ഒരു 25-30 വയസ്സിനൊക്കെ താഴെയാണെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റെറ്റിനോളിൻ്റെ ആവശ്യം ഇല്ല. ഒരു 35 എബോവ് ആണെങ്കിൽ മാത്രം റെറ്റിനോൾ യൂസ് ചെയ്താൽ മതി. റെറ്റിനോൾ ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫേസ് എല്ലാം കഴുത്തുൾപ്പെടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ വലിച്ചിട്ട് തേക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു 2-3 മിനിറ്റ്സ് അതൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് വെക്കും. എന്നിട്ട് ഞാൻ മുടി കെട്ടൽ പ്രൊസീജിയറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ്, ഇതിപ്പോൾ രാത്രിയിലാണ് കേട്ടോ, രാവിലെ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ സെയിം റൂട്ടീൻ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ തന്നെ സ്കിൻ മോയ്സ്ചറൈസറാണ്. എനിക്ക് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് തോന്നുന്നു 5-6 മാസമായി. എനിക്കത് ഭയങ്കര നല്ലൊരു മോയ്സ്ചറൈസറാണ്. മിക്കവരും കമൻസിൽ എന്താണ് ചേച്ചി സ്കിൻ ഇത്ര ഗ്ലോ ചെയ്യുന്നു വയ്ക്കുന്നത്. എനിക്ക് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഇപ്പോൾ ഇട്ട് തുടങ്ങിയപ്പോൾ നല്ല എൻ്റെ ഫേസിന്, ഞാൻ മറ്റേതും ആ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷും ഞാൻ ഡ്രൈ സ്കിന്നിനുള്ള ഫേസ് വാഷ്, അത് ഡ്രൈ സ്കിന്നിനും കിട്ടും ഓയിലി സ്കിന്നിനും കിട്ടും കേട്ടോ. അപ്പോൾ മേടിക്കുന്നവർ നിങ്ങളുടെ സ്കിൻ എന്താണെന്നനുസരിച്ച് അതനുസരിച്ച് മേടിക്കുക. അപ്പം ഞാൻ മേടിച്ചത് എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ളതാണ്. അപ്പം മോയ്സ്ചറൈസറും അതേപോലെ തന്നെ സ്കിൻ ഇതേപോലെ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് എനിക്കിതിൻ്റെ ഗുണം തോന്നിയത്. അപ്പം എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പം നമുക്ക് ഇതേപോലെ മെച്ചർ സ്കിൻ ആകുമ്പം കുറച്ച് ഏജ് ഒക്കെ ആകുമ്പോൾ ഒരു 40+ ഒക്കെ ആകുമ്പോഴത്തേക്കും സ്കിൻ ഒരു 35 തൊട്ട് ഒക്കെ തന്നെ സ്കിൻ നല്ല ഏജ് ആകുമ്പോൾ മുഖം ഡ്രൈ ആയി പോകുമല്ലോ. സ്കിൻ കുറച്ചിങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഈ സെറ്റാഫിലിൻ്റെ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പ് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ബാം ലിപ്സിൽ അപ്ലൈ ചെയ്തു. ലിപ്പ് കുറച്ച് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് ആൻഡ് നൈറ്റ് റൂട്ടീൻ. മോർണിംഗ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, സൺസ്ക്രീനും കൂടെ ഇടും. പുറത്ത് പോവുകയാണെങ്കിൽ വീട്ടിൽ ഞാൻ ഇടാറില്ല ആക്ച്വലി. അപ്പം ഇതൊക്കെ നൈറ്റ് റൂട്ടീൻ. മോർണിംഗ് ആ സൺസ്ക്രീൻ മാത്രമുള്ള എക്സ്ട്രാ. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.